കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്നെ പരിപൂർണമായി വിശ്വസിച്ചത് ഞാൻ ചെയ്ത തെറ്റ്. പ്രവീണയുടെ കാര്യം നീ ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ അത് ഞാൻ ചെയ്ത് തീർക്കുമായിരുന്നു. ബലബലമില്ലാത്ത ഒരു പെണ്ണിന്റെ കഴുത്തിറക്കാൻ പോലും കൈവിറയ്ക്കുമെങ്കിൽ എന്തിനാടാ നീയൊക്കെ എന്റെ കൂടെ നടക്കുന്നത്? പ്രവീണ് രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. അവളെ രക്ഷിച്ചതും ആശുപത്രിയിലാക്കിയതും സാറിന്റെ ശത്രുക്കൾ തന്നെയാ. അരങ്ങൊരുങ്ങട്ടെ. ദേവനും സുനന്ദയും അവരുടെ മക്കളും ശേഖരനോടുള്ള ശത്രുത പ്രഖ്യാപിക്കട്ടെ. അപ്പോൾ ഒന്നിനു പകരം ഒരുമിച്ച് തീർക്കാം. ദേവന്റെ കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കണം. ആ തറവാട്ടിൽ ഇനി ഒരവകാശം പോലും ഉണ്ടാകരുത്. ഈ വെല്ലുവിളികൾ നിർത്താറായില്ലേ? മേഘനയുടെ കുടുംബത്തിന് ഇനി അച്ഛനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തതാ. അതിനുവേണ്ടി ഇനി ആരും ശ്രമിക്കണ്ട. ഓ, ഭാവി വധുവിന്റെ വീട്ടുകാർക്ക് കൊടുത്ത വാക്ക് അതിനങ്ങനൊന്നും നടന്നാലല്ലേ? ഞാൻ ഉള്ളിടത്തോളം കാലം അങ്ങനെ ഒരു വിവാഹം നടക്കില്ല. നടത്താൻ ശ്രമിച്ചാൽ വിവാഹ മണ്ഡപം മരണമണ്ഡപമായിട്ട് മാറും. അച്ഛന് ഭ്രാന്താണ്. ആരുടെ അച്ഛൻ? നിന്റെ അച്ഛൻ ശേഖരൻ മരിച്ചിട്ട് എത്രയോ ദിവസങ്ങളായി. ഇത് ഞാനാണ്, ത്രിവിക്രമൻ തമ്പി. ലോകം കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ചവൻ. വില കുറഞ്ഞ ഒരു പ്രണയത്തിന്റെ പേരിൽ എന്റെ നേരെ നിൽക്കാനോ എന്നെ എതിർക്കാനോ ശ്രമിച്ചാൽ ഭസ്മമാക്കി കളയും ഞാൻ. നീ പ്രണയിക്കുന്ന മേഘനയുടെ അനുജത്തി ശ്രീകുട്ടിയെ ഇല്ലാതാക്കിയതുപോലെ. ശ്രീകുട്ടി? അതെ, കൊന്നത് ഞാൻ തന്നെയാണ്. ഈ ത്രിവിക്രമൻ തമ്പി. എനിക്ക് വേണ്ടുന്ന ആയുധം ആ മൂക്കുത്തി കൈക്കലാക്കിയതിനുള്ള ശിക്ഷ. അഗ്നിക്കുള്ളിലെ അവളുടെ പിടച്ചില് കാണാൻ നല്ല ചന്തമുണ്ടായിരുന്നു. അവളെ കാത്തിരിക്കുന്നവരോട് ചെന്ന് പറയൂ, ഞാൻ അവളെ അഗ്നിയിൽ ഹോമിച്ചെന്ന്. ഇത്രയും അഹങ്കാരം വേണ്ട. നിർത്തിക്കോണമല്ല, ഇല്ലെങ്കിൽ ഞാൻ നിർത്തിക്കും. അതിനുള്ള ശക്തി എനിക്കിപ്പോ ഉണ്ട്. കാണോ? അഹങ്കാരി. യുദ്ധം പ്രഖ്യാപിച്ചത് നിങ്ങളാണ്. ജയിക്കാൻ തീരുമാനിച്ചത് ഞാനും. കാണാം നമുക്ക്. അമ്മയെ ഈ രൂപത്തിൽ കാണുന്ന എനിക്കിഷ്ടല്ല. എപ്പോഴാ അമ്മ പഴയ രൂപത്തിലേക്ക് ആവുന്നത്? എന്നുവെച്ചാ 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മൾ പിരിഞ്ഞ ആ നേരത്തെ എന്ന പോലെയല്ലേ? അതെ കുട്ടി, എല്ലാം ഭഗവതിയുടെ മായക്കാഴ്ചയാ. ഉണ്ണിമായയുടെ അമ്മ 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഗൗരി ഒരു ആത്മാവ് മാത്ര. അതിനൊരു ശരീരം നൽകി ഈ രൂപത്തിലാക്കിയത് ഭഗവതിയാ. പക്ഷേ പഴയ ആത്മാവിന് പഴയ രൂപം നൽകണമെങ്കിൽ ഉണ്ണിമായ ഭഗവതിയോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കും, എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ശ്രീകുട്ടിയുടെ രൂപത്തിൽ ഉണ്ണിമായ പലപ്പോഴും പ്രത്യക്ഷമാവുന്നുണ്ടല്ലോ. അത് ശ്രീകുട്ടി ജീവിച്ചിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും കൊടുക്കാനാ. അല്ലെങ്കിൽ അവരൊക്കെ മാനസികമായി തളർന്നു പോകും. മനസ്സ് തളർന്നു പോയവരെ കീഴ്പ്പെടുത്താൻ ശത്രുക്കൾക്ക് എളുപ്പമാണ്. ശ്രീകുട്ടിയെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റോ? ശ്രീകുട്ടിയെ തിരിച്ചു കൊടുത്തതുകൊണ്ട് മാത്രം എല്ലാ കാര്യവും അവസാനിക്കുന്നില്ലല്ലോ. ദുഷ്ടനായ ത്രിവിക്രമൻ തമ്പിയുടെ കയ്യിൽ നിന്നും മാന്ത്രിക മൂക്കുത്തി തിരിച്ചു പിടിക്കണം. അല്ലെങ്കിൽ അയാൾ ഈ ലോകം തന്നെ അവസാനിപ്പിക്കും. അയാളെ നശിപ്പിക്കാൻ എന്താ മാർഗം അമ്മേ? അത് നമ്മുടെ ചിന്തയിൽ നിൽക്കുന്നതല്ല കുട്ടി. അതിനുള്ള വഴി പറയേണ്ടത് കൊടുങ്ങല്ലൂരമ്മ തന്നെയാ. അമ്മ കാട്ടിത്തരും. ഒന്നും നടന്നില്ലെങ്കിൽ ആത്മാക്കളായ നമുക്ക് ഒരിക്കലും മോക്ഷപ്രാപ്തി കിട്ടില്ല അല്ലേ? കുട്ടി വിഷമിക്കണ്ട. ഒരുപാട് കാലം നമ്മൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരില്ല. എന്തിനും ഒരവസാനമുണ്ട്. ത്രിവിക്രമന്റെ അവസാനം ഉണ്ടാകുന്നതുവരെ നമ്മൾ കാത്തിരുന്നേ മതിയാവൂ. ഇത് നമ്മുടെ വിധിയാണ് കുഞ്ഞെ. അനുഭവിച്ചേ മതിയാകും. ഈ തറവാട്ടിലെ എല്ലാവർക്കും നന്മ വരുന്ന ഒരു കാലം വരും. ആശ്വസിച്ചോളൂ. എന്തായാലും
കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ഉണ്ണിമായുടെ അടുത്ത് ഞാനിനി പഴയ ഗൗരിയായി തന്നെ വരും. ഞാൻ കാത്തിരിക്കും. ജീവിതം ഒരു കടങ്കഥ പോലെയാവാണ് മേഘന. എന്റെ മാത്രമല്ല, എന്റെ ചുറ്റുമുള്ളവരുടെ. അറിഞ്ഞ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. പക്ഷേ സത്യം എത്ര ക്രൂരമായാലും വിശ്വസിച്ചല്ലേ പറ്റൂ. മേഘനയുടെ കുടുംബമടക്കം വെറുപ്പോടെ കാണുന്ന എന്റെ അച്ഛൻ ശേഖരൻ തമ്പി ഇപ്പൊ ജീവനോടെ ഇല്ല. എന്താ എന്താ പറഞ്ഞേ? യെസ്, അച്ഛനെ വകവരുത്തിയിട്ട് അച്ഛന്റെ ശരീരത്തിൽ ഇപ്പൊ കയറിക്കൂടിയിരിക്കുന്നത് ഒരാത്മാവാണ്. 300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ത്രിവിക്രമൻ തമ്പി എന്ന അതിക്രൂരനും മാരകമായ ദുഷ്ടശക്തിക്ക് ഉടമയുമായ ഒരാൾ. അച്ഛന്റെ രൂപത്തില് അയാളാണ് എല്ലാം ചെയ്യുന്നത്. നിന്റെ അനിയത്തിയെ ഇല്ലാതാക്കിയത് പോലും. എന്തൊക്കെയാ പറയുന്നത്? ആർക്കും വിശ്വസിക്കാനാവാത്തൊരു സത്യം. പക്ഷേ അത് സത്യമാണ്. ത്രിവിക്രമൻ തമ്പിയുടെ ചെയ്തികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവരെല്ലാം അയാളുടെ ശത്രുക്കളാ. എല്ലാവരെയും വെട്ടി വീഴ്ത്താനും കൊത്തി അരിയാനും അയാൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു കാര്യം മേഘന വിശ്വസിച്ചോളൂ, എന്റെ ഉള്ളില് ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഭഗവതി എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശക്തി. അത് വെച്ച് ഞാൻ അയാളെ തടയും. ആ ആത്മാവിനെ ഞാൻ പൂട്ടും. അതിനിടയിൽ എത്ര ചോരയൊലിക്കുമെന്നോ എത്ര സ്വപ്നങ്ങൾ വീണുടയെന്നോ എനിക്കറിയില്ല. സാധാരണ ജീവിതത്തില് ഒരു ശത്രുവിനോട് യുദ്ധം ചെയ്യുമ്പോൾ അയാളുടെ നീക്കങ്ങള് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഈ യുദ്ധം ഒരു പിശാചിനോടാണ്. പ്രിയപ്പെട്ടതൊന്നും വേർവിട്ട് പോവാതിരിക്കാൻ വേണ്ടി വളരെ സൂക്ഷിക്കണം. ത്രിവിക്രമൻ തമ്പി എന്ന മാരക വിപത്ത് ഒഴിഞ്ഞു പോയേ പറ്റൂ. എങ്കിലേ ഒരുപാട് പേർക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റൂ. എനിക്ക് നിന്നെ സ്വപ്നം കാണാൻ പറ്റൂ. നമുക്കൊന്നിക്കാൻ പറ്റൂ. സങ്കല്പങ്ങളും യാഥാർത്ഥ്യങ്ങളും കൂടിക്കൊഴിഞ്ഞ അവസ്ഥയിൽ കുറച്ചു കാലം നമുക്ക് കഴിയും, പ്രതീക്ഷയോടെ. കാരണം അമ്മ സത്യമാണെങ്കിൽ ഭഗവതിയും സത്യമാണ്. ഞാനിപ്പോൾ അത് വിശ്വസിക്കുന്നു. ഉണ്ടായ മുറിവുകളൊക്കെ ഉണങ്ങും. നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചു വരും. അതിനെ ഇല്ലാതാവേണ്ടത് ഒരൊറ്റ ശക്തിയാണ്, ത്രിവിക്രമൻ തമ്പി. എന്നാലും അമ്മയും മോനും കൂടെ എടുത്തത് ഒരു വല്ലാത്ത തീരുമാനമായി പോയി. അജയ് സാർ എത്ര നല്ല ആളാ. ഒരു കൊലപാതകയുടെ മോളെ മാത്രമേ കുട്ടികളെ കല്യാണം കഴിക്കാന്. സത്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ രേവമ്മേ. പിന്നെ കുട്ടികൾ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടമായ നിലയ്ക്ക് ഇഷ്ടത്തിനനുസരിച്ചാ നടത്തി കൊടുക്കേണ്ടതെങ്കിലേ കല്യാണ പെണ്ണ് ആവേണ്ടത് ആ കുട്ടിയല്ല, എന്റെ മോളാ. അജയ് സാറിനെ സത്യസന്ധമായിട്ട് സ്നേഹിച്ചത് എന്റെ മോളാ. അജയ് സാറിന് ഇഷ്ടം എന്റെ കൊച്ചിനോട് തന്നെയായിരുന്നു. ഏറ്റവും മിടുക്ക് കൂടിയവര് വരുമ്പോ മിടുക്ക് കുറഞ്ഞവര് തോറ്റു പോവുമല്ലോ. എന്തായിരുന്നു കൊച്ചമ്മ എന്റെ മോക്ക് കുഴപ്പം?